ചേട്ടൻ ഈ പ്ലോട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ ഏകദേശം എന്ത് പൈസ മുടക്ക് വന്നതാണ് നമുക്കത്? കർണാടകത്തിൽ ശരിക്കും ഈ ഡ്രാഗൺ കൃഷി നമുക്ക് ലാഭകരമാണോ? അതെന്തിനാ അതുപോലെ മാറ്റിട്ട് ഇത് ഇവിടെ നേരത്തെ ഇതുപോലെ തന്നെ ഇത്ര മുറ്റം ഉണ്ടായിരുന്നു നമുക്ക് ഈ വീടിന്. ഇത് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ബെഡ് റൈസ് പോലെ നമ്മൾ ആക്കിയിട്ടേക്കുന്നത്. അതിന്റെ അടിയിൽ കൂടി എല്ലാം ഡ്രിപ്പ് പോയിട്ടുണ്ട്. പണ്ടമാനം പൂ ഇഷ്ടം പോലെ പൂ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഒരു പോസ്റ്റ് എന്ന് ചേട്ടൻ എത്ര എണ്ണ അല്ലെ എത്ര കിലോ നമ്മൾ പ്രതീക്ഷിക്കാം നമുക്കത്? 50 കിലോ അത്ര തന്നെ ഒരു പോസ്റ്റ്. നന നമ്മള് വേനൽക്കാലം ഡെയിലി കൊടുക്കുക. നനവ് വാട്ടർ ഇറിഗേഷൻ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കേരള കർണാടക ബോർഡറായ സുള്ളിയ എന്ന പ്രദേശത്താണ്. ഇത് മലേഷ്യൻ റെഡ് എന്ന ഇനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ 4 തൈ ആണ് കയറ്റി വിട്ടേക്കുന്നത്. ഏകദേശം 8 മാസം ഇതായിട്ടുള്ളൂ. ഞങ്ങളുടെ പേര് പത്മനാഭൻ. സ്ഥಳ ಸುಳ್ಯ ತಾಲೂಕು, ನೆಲ್ಲೂರು ಕೆಂಪರಾಜ ಗ್ರಾಮ. 3.5 ಎಕರೆ ಕೃಷಿ ಡ್ರ್ಯಾಗನ್ ಫ್ರೂಟ್ ಹಾಕಿನಿ. ഞങ്ങൾ അത് ആക്കിയിട്ട് 10 മാസമായി. ഇപ്പോൾ ഫ്ലവർ ആക്കാൻ സ്റ്റാർട്ട് ആയിനി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ നമ്മൾ ഇതിപ്പോ എത്ര ഏക്കർ നിൽക്കുന്നത്? 3 എക്കർ ഉണ്ട്. 3 ഏക്കറില എത്ര തണ്ട്? 1,500 കമ്പ് നാട്ടിട്ടുണ്ട്. ഇതെവിടെ നേരം തണ്ട്? നമ്മള് തണ്ട് ഉജിരന് എടുത്തത്. ചേട്ടാ ഇത് നമ്മളിത് ഏതാ? മലേഷ്യൻ റെഡ് തന്നെയാണ്. അതെ, ഒരു 8 മാസമായ അത്ര തന്നെ. ഇത് 8 മാസമായുള്ളൂ ഇട്ടിട്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ ചുവട്ടി നമ്മൾ എത്ര തണ്ട് വെച്ചാൽ നമ്മളോട് വെച്ച് വിട്ടത്? ഒരു കമ്പത്തിന് 4 തണ്ട് വെച്ചു. ഇപ്പൊ അത് വെച്ചിട്ട് 8 മാസമായുള്ളൂ. 8 മാസമായി. ഇപ്പൊ ഫ്ലവർ സ്റ്റാർട്ടായി. ഫ്ലവർ സ്റ്റാർട്ടിംഗ് ആയിട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗ്രോത്ത്? എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടോ ഇവിടെ? ഗ്രോത്ത് ഉണ്ട്. ഇത് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ബെഡ് റൈസ് പോലെ നമ്മൾ ആക്കിയിട്ടേക്കുന്നത്. അതിന്റെ ഒരു ആവശ്യം നമ്മൾ കുറച്ചുകൂടെ പൊക്കി മണ്ണൊക്കെ പൊക്കി ഇത് വെള്ളം അവിടെ നിൽക്കാൻ പാടിനി. ഇത് ബെഡ് ആക്കിയത്. വെള്ളം നിൽക്കാൻ പാടില്ല. വെള്ളം ഇങ്ങനെ ഊർത്തിട്ട് പോണം. വെള്ളം നിന്നെങ്കിൽ അത് വേരെല്ലാം കളിച്ചിട്ട് പോകും. വെള്ളം നിൽക്കാൻ ആകത്. അപ്പൊ നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ വീട് മാറ്റിട്ട് കഴിയുമ്പോഴത്തേനും ഇട്ടെങ്കിൽ നമ്മൾ ഇത് ഗ്രാസ് കയറാതിരിക്കാൻ എളുപ്പമാണ്. ഈ മാറ്റിട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് വളമൊക്കെ ചെയ്യാൻ നമുക്കൊരു പാട് വരികയല്ലേ? വളം കൊടുക്കുന്ന മാറ്റ് ഓപ്പൺ ആക്കിയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം മാറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇത് കോഴിവളം വെള്ളം കൊടുക്കുന്നത്. പിന്നെ ഡ്രിപ്പിൽ തന്നെ വെള്ളം കൊടുക്കും. അതിന്റെ അടിയിൽ കൂടി എല്ലാം ഡ്രിപ്പ് പോയിട്ടുണ്ട്. അതിൽ ഡ്രിപ്പിൽ തന്നെ ഇത് മെഡിസിനും വളമെല്ലാം ഡ്രിപ്പിൽ കൂടെ തന്നെ കൊടുക്കുന്നത്. ഇതിപ്പോ എത്ര പോസ്റ്റ് നമ്മൾ ഇവിടെ നട്ടേക്കുന്നത്? 300 പോസ്റ്റ്. ഈ പോസ്റ്റ് നമുക്ക് എന്ത് ചെലവ് വന്നായിരിക്കും നമുക്ക് അന്നത്? 800 രൂപ. ഈ ഫ്ലോട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേനും 800 രൂപ. ഇതിന് നമുക്ക് ഇപ്പം കേട് വല്ലതും കാണുന്നുണ്ട്? നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കേട് വന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി പേരുടെ കേട് വരുന്നുണ്ട്. നമുക്ക് കേട് വല്ലതും ഉണ്ടോ? എന്തോ ആയിട്ടില്ല. ഇത്രോളം ഇപ്പോ 1 വർഷമായ. 1 വർഷം ആയതുള്ളൂ. അതുകൊണ്ട് വേറെ കേടുകളൊന്നും കാണുന്നില്ല. നമ്മള് വേനൽക്കാലം ഡെയിലി കൊടുക്കുക. നനവ് വാട്ടർ ഇറിഗേഷൻ. വാട്ടർ ഇത് ഇതില് 1 ഗಂಟೆ. ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നു. 1 ഗಂಟೆ. ഇതിപ്പോ ആരാ? ഇത് ചേട്ടനാണ്? ആരാ ഇതിപ്പോ നോക്കുന്നത് കൂടുതലായിട്ട്? ഇത് നോക്കുന്ന മകന് ഷേയസ് പേര്. അയാളെ ഇപ്പോ അതെല്ലാം മകനാണ് ഇപ്പൊ ഫുള്ള് നോക്കുന്നത്. തോട്ടം പരിപാടിയും കാര്യങ്ങളെല്ലാം മേടി നോക്കുന്ന. ചേട്ടാ നമ്മൾ ഈ കർണാടകത്തിൽ ശരിക്കും ഈ ഡ്രാഗൺ കൃഷി നമുക്ക് ലാഭകരമാണോ? ഇത് നല്ല ലാഭ കൃഷി തന്നെ. 25-30 വർഷം തൈ വെച്ചിട്ട് 25-30 കൊല്ലം നമുക്ക് കിട്ടും. നമ്മളിത് കർണാടകത്തിൽ വേറെ പല പ്രദേശങ്ങളും ഇതുപോലെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. കുറച്ച് ജാഗത്തിൽ ആക്കിയിട്ടുണ്ട്. അത്ര തന്നെ എല്ലാ ഇതിൽ ആക്കിയിട്ടില്ല. നമ്മൾ എന്ത് വിലയാ ഇപ്പം ചേട്ടൻ ഒരു പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ 1 കിലോയ്ക്ക് ഇതിപ്പം ഇപ്പൊ 200 രൂപ ഇപ്പൊ റേറ്റ് ഉണ്ട്. നമ്മുടെ മേടിക്കുന്ന 200 രൂപയ്ക്കാ? 200 രൂപ മേടിക്കുന്നത്. അപ്പൊ നല്ലൊരു വരുമാനമല്ലേ? അപ്പൊ ഒരു പോസ്റ്റ് ചേട്ടൻ ഏകദേശം എത്ര എണ്ണ അല്ലെ എത്ര കിലോ നമ്മൾ പ്രതീക്ഷിക്കാം നമുക്ക്? 50 കിലോ അത്ര തന്നെ. ഒരു പോസ്റ്റ് ഒരു 2 കൊല്ലം പോസ്റ്റ് 2 കൊല്ലം പോസ്റ്റിൽ ഒരു 50 കിലോ അത്രേ
നമുക്ക് കിട്ടും. നല്ല ഡിമാൻഡുള്ള ഒരു ഫ്രൂട്ട് തന്നെ. ഫ്രൂട്ട് തന്നെ. ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് ഇപ്പം കർണാടകയിലെ ആൾക്കാർ ഒത്തിരിയായിട്ട് ഇപ്പം തിരിയുന്നുണ്ട്. അടയ്ക്ക അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പം ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ. പണിക്കാർ കിട്ടിയില്ല, അതിൽ ഈ കൃഷി ഒരു നല്ല കൃഷി. ഓഹോ, പണിക്കാർ അടയ്ക്ക പറിക്കാനൊക്കെ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് ഇതിപ്പം ആൾക്കാർ ലേബേഴ്സ് കുറച്ച് മതി. ബാക്കി ഇറിഗേഷനും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്തത്. ഓട്ടോമാറ്റിക് വെള്ളം ജാസ്തി വേണ്ട. ഒരു ദിവസത്തിൽ 1 ഗಂಟೆ വെള്ളം മാത്രം കൊടുത്താലും മതി. അത് വേനൽക്കാലത്ത് മാത്രം കൊടുത്താൽ മഴക്കാലത്ത് മഴക്കാലത്തിൽ എന്ത് വേണ്ട, അതിൽ വെള്ളം നിൽക്കാതെ മാത്രമാണ്. വെള്ളം നിൽക്കാതെ അതാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബെഡ് റേസ് ബെഡ് ആക്കി തന്നെ വെച്ചേക്കുന്നത്. നമ്മൾ കൂടുതലും വളങ്ങൾ ചെയ്യുന്നത് ജൈവ രീതിയിലുള്ള വളമാണോ അതോ രാസവളങ്ങൾ ആ രീതിക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് ചിക്കൻ ഗോബർ മാത്രം കോഴിക്കഷ്ണം കൊടുക്കുന്നുണ്ട്. ഓക്കെ. ചേട്ടൻ പാരമ്പര്യമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നോ? ഇവിടെ തന്നെ. ഈ സ്ഥലം മുന്നേ ഉണ്ടായി. അജ്ജന്റെ കാലത്തില് ഇതെന്റെ അപ്പന്റെ. അന്ന് എന്തായിരുന്നു? അന്ന് ഇത് അടക്ക കൃഷി മാത്രം ഉണ്ടായി, വേറെ ഒന്നുമില്ല. വേറെ എന്തും ഉണ്ടായിട്ടില്ല. അതിന് രോഗമെല്ലാം ജാസ്തി വന്നു. അതിന് ഇപ്പോ വേറെ കൃഷി, അതുകൊണ്ട് അത് മാറ്റിട്ട് വേറെ കൃഷിയിലേക്ക് ഇപ്പം കന്നി റെഡിയാക്കിയത്. വന്യമൃഗത്തിന്റെ ശല്യം ഇവിടെ ഉണ്ടോ? ഉണ്ട്. കുരങ്ങിന് ശല്യം ഉണ്ട്. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഗവൺമെന്റ് സപ്പോർട്ട് ഇതിന് സപ്പോർട്ട് ആക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട് ഇതിന് സബ്സിഡി ഉണ്ട്. എങ്ങനെ സബ്സിഡി എങ്ങനെ തരുന്നത്? സബ്സിഡി മാറ്റക്ക് സബ്സിഡി കൊടുക്കുന്നു. അവന് ഇത് ഈ തൈന് പ്ലാന്റിന്. ഓഹോ. ഇതിന്റെ താഴെ കൂടെ ഒക്കെ ഒത്തിരി കമ്പുകൾ വേറെ കാണുന്നുണ്ടല്ലോ. അത് നമുക്ക് അതെല്ലാം കട്ടാക്കിയിട്ട് ഒരേ ഇത് മാത്രം, ഇത് ഒരു കമ്പേന്ന് ഒറ്റ കമ്പ് മാത്രം മുകളിൽ കയറി ഇത് ജാസ്തി ഉണ്ടെങ്കിൽ അത് വെളിഞ്ഞിട്ട് വരുന്നില്ല, കൂടുതലായിട്ട് വരാൻ പാടില്ല. അത് പൂര കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പൊ മുകളിൽ ചെന്നിട്ട് വേണം ഇത് മറിഞ്ഞിട്ട് കൂടുതലായിട്ട് പിന്നെ അത് എത്ര വണ്ണെങ്കിലും മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ തൊന്നറില്ല. ഇതിന്റെയൊക്കെ മുകളിൽ കൂടെ നമ്മൾ ചെറിയൊരു മഞ്ഞ നിറത്തിപ്പോലും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത് വെയിൽ കാലത്തിൽ അതിന് ഷെയ്ഡ് കൊടുക്കണം. ഷെയ്ഡ് കൊടുത്തില്ലെങ്കിൽ മഞ്ഞ കളർ വരും. അത് പിന്നെ ഒരു പ്രശ്നമാണ്, ചെടിക്ക് പിന്നെ ഒരു പ്രശ്നമാണ്. ഫ്ലവറിന് ഇത് കുറച്ച് പ്രശ്നമാണ്. ഇതിന്റെ നമുക്കൊരു ആയുസ് എത്രയാ സാധാരണ പറയുന്നത്? ഒരു 25-30 വർഷം ആയുസുണ്ട്. വേറോ കേടുകളൊന്നും വന്നില്ലെങ്കിൽ കേട് എന്ത് വരുന്നില്ല. അതിന് ഇത് തണുപ്പ് ജാഗത്തിന് കട്ടാക്കണം. മീത്ത ഫ്ലവർ അടുത്തടുത്ത് പുതിയതായിട്ട് ഉണ്ടായി വരും. നമ്മുടെ കേരളത്തിലെ ഈ ടോപ്പ് നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് ഇത് നമ്മൾ ടയറൊക്കെയാണല്ലോ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് തന്നെ ഒറ്റ പോസ്റ്റായിട്ട്. അതിന്റെ കാരണം എന്നത് അതെ ജാസ്തി വർഷം ഇത് വരണല്ലേ, കൂടുതൽ വർഷം നിക്കണോ. പിന്നെ ഇത് ജാസ്തി വർഷം നിൽക്കണമെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രം. അതിനു വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. ചേട്ടൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെ വേറെ എന്തൊക്കെ കൃഷിയാണ് നമുക്ക് ഇവിടെ നിലവിൽ ചെയ്യുന്നത്? ഈ അടക്ക കൃഷി തന്നെ ഇത് മെയിൻ ആയിട്ട് ഉണ്ടായത്. ഇപ്പോ ഇത് അടക്ക കൃഷിക്ക് രോഗം വരുന്നുണ്ടെങ്കിൽ ഇത് വേറെ കൃഷിയിൽ അടുത്ത് മാറണം. നമുക്ക് ഇപ്പം എങ്ങനെ കേരളത്തിലെ അതേ സെയിം കാലാവസ്ഥ തന്നെയല്ലേ ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നത്? കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ട് ഇവിടെ? മഴ ഇത് ഒരു മാസത്തിൽ ജാസ്തി ഉണ്ട്, ഓരോ മാസം കുറവുണ്ട്. ചില മാസത്തിൽ കണ്ടമാനം മഴയാണ്. ഇത് നമ്മൾ ഡ്രില്ലിംഗ് മെത്തേഡ് ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് ട്രയൽ സിസ്റ്റം ഇതാക്കിയത്. ട്രയൽ ചെയ്താ 10 ഇങ്ങനെയും 10 ഫുള്ള് നമ്മള് എന്നിട്ട് ഈ വീട് പള്ള കയറാതിരിക്കാൻ വേണ്ടി വീട് മാറ്റി ഇറിഗേഷൻ മുഴുവൻ ഇതിന്റെ അടിക്കൂടെ തന്നെ കിട്ടും. ഇത് എത്ര കൊല്ലമായത് ഇത് പ്ലാന്റേഷൻ? ഇത് മാർച്ചിക്ക് 1 വർഷമായി. 1.5 കൊല്ലം അടുത്താവുന്നുള്ളൂ. അത്ര ആവുന്നുള്ളൂ. അന്നേരത്തിന് അത്യാവശ്യം എല്ലാം തന്നെ ഫ്ലവറിംഗ് ആയി. അപ്പൊ കൂടുതലായിട്ട് ഫലം കിട്ടാൻ വേണ്ടിയാണ് മെത്തേഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ്? ഇതിപ്പോ ഇതുപോലെ ഇഷ്ടംപോലെ കായത്തെ നമ്മളിവിടെ 2 സൈഡിലും ഇവിടുന്ന് ഇഷ്ടംപോലെ കായ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ, പൂവൊക്കെ കാണുന്നുണ്ട്. ഇതിന്റെ വളപ്രയോഗം നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം ഇതും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് 4 തണ്ടാണ് നമ്മൾ കയറ്റിയേക്കുന്നത്. 4 തണ്ട് വെച്ചും കേട്ടിട്ടുണ്ട്. ചേട്ടാ ഇതെന്താ ഇതെന്താ ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത്? വെള്ളത്തിന് ഫിൽട്രേഷന് വേണ്ടി ഓട്ടോമാറ്റിക്കാ. ഡ്രാഗൺക്ക് ഡ്രിപ്പ് സിസ്റ്റമിന് വാട്ടർ പോകുന്നു. ഇതൊരു സീനറിക്ക് വേണ്ടിയാണോ ഇത് മുകളിൽ നമ്മൾ വിട്ട് ചെയ്തേക്കുന്നത്? ഇങ്ങനെ ഇതിപ്പോ മണ്ണ് ഫിറ്റ് ആവാൻ വേണ്ടി പ്ലാസ്റ്റിക് ഇട്ടത്. മണ്ണ് ടൈറ്റ് ആവും. അപ്പം ഈ പ്ലാസ്റ്റിക്കിന്റെ അകത്ത് വെള്ളം ഇറങ്ങി മണ്ണ് ഫില്ലാവും. ഓഹോ. ഇതെല്ലാം മോന്റെ ഐഡിയ തന്നെയാണോ? അതന്നെ. മോന്റെ പേര് ശ്രേയസ്. ഇപ്പം ഫാമിംഗ് ഫീൽഡ് തന്നെയാണോ? അതന്നെ, ഫീൽഡ് തന്നെയാ.
ഇത് ഈ കുട്ടി ട്രാക്ടർ എത്ര കാലമായി നമുക്കിത് മേടിച്ചിട്ട് ഇതാ? മേടിച്ചിട്ട് ഒരു 10 കൊല്ലമായി. 10 കൊല്ലമായി. 10 കൊല്ലമായി. എന്നാ വിലയായിരുന്നത്? ഇത് 3-4 ലക്ഷം ഉണ്ടായി. 3.5 ലക്ഷം രൂപ. അതെ. ഇതിനിപ്പോ പോകണമെങ്കിൽ നമുക്ക് ഏത് കയറ്റം കയറി പോവാ? അത് പോകാൻ ഏത് ജാഗത്തിലോ പോകുന്നത് ഒരു 3.5 ഫീറ്റ് ഗ്യാപ്പ് 3.5 ഫീറ്റ് ഗ്യാപ്പിനകത്ത് കയറി പോകും. അപ്പൊ അതിനുള്ള രീതിക്കുള്ള വഴി തോട്ടത്തിനകത്ത് എല്ലാം നമ്മൾ വെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഡീസൽ ഡീസൽ എഞ്ചിൻ തന്നെ. ഓക്കെ. മീത്താക്കിയെങ്കിൽ അത് മീത്ത വന്നു പൊങ്ങിഞ്ഞിട്ട് ഇത് ഇങ്ങനെ മീറ്റാങ്കിൽ പുല്ലെല്ലാം ചാടും. അവിടെ പോയി ചാടും. മറ്റേ ടിപ്പറിന്റെ ഒക്കെ പോലെ ആ ഗാഡിയോ ലിഫ്റ്റാണ്, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന. അത് നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചാണ് നേരത്തെ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്.